ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 2ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് നാളെ ഇംഗ്ലീഷാണ് എക്സാം. അപ്പോൾ ഇംഗ്ലീഷിലെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് 2018-19 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 1 ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ്. മീനു ഈസ് ഓൺ ദ പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ മീനു പ്ലേ ഗ്രൗണ്ടിലുണ്ട്. ദ ചിൽഡ്രൻ ആർ ഫ്ലൈയിങ് ദെയർ കൈറ്റ്സ്. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നത്? കൈറ്റ് പട്ടം പറപ്പിക്കുകയാണ്. കളർ ദ പിക്ചർ. അപ്പോൾ എന്താണ് ഈ താഴെ തന്നിരിക്കുന്ന ചിത്രം നന്നായി നല്ല ഭംഗിയിൽ കളർ ചെയ്യുക. ഓക്കെ, അടുത്തത് ഡിസ്ക്രൈബ് ദ പിക്ചർ. ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. മീനു ആൻഡ് ഹർ ഫ്രണ്ട്സ് ആർ ഫ്ലൈയിങ് ദെയർ. എന്താണ് അവർ പറപ്പിക്കുന്നത്? മീനുവിൻ്റെ ഫ്രണ്ട്സും കൂടെ ഫ്ലൈയിങ് ദെയർ കൈറ്റ്സ്. എന്താണ്? കൈറ്റ്സ്. ഇനി അടുത്തത് എ ബേർഡ് എന്താ ചെയ്യുന്നത്? ബേർഡ് ഈസ് ഫ്ലൈയിങ്, പറക്കുകയാണ്, ഫ്ലൈയിങ്. ദർ ആർ ഡാഷ് ഇൻ ദ സ്കൈ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ദർ ആർ ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. Okay, there is a dash in the picture. എന്താണുള്ളത്? There is a tree in a picture എന്ന് എഴുതാം. There is a sun in a picture എന്ന് എഴുതാം. നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 2. Activity 2, add more lines. Do you remember the animals in the jungle fight? They are going to the jungle. Add lines to the poem. അപ്പോൾ എന്താണ്? ഒരു poem തന്നിട്ടുണ്ട്. ആ പോത്തിന് ബാക്കി ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ poem ഒന്ന് വായിച്ച് നോക്കാം. We are horses walking one by one. We are horses we can neigh and neigh. അപ്പോൾ ഹോഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി അടുത്തതിൽ we are lions എന്ന് തന്നിട്ടുണ്ട്. walking one by one എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ലൈൻ എന്ത് എഴുതാം? നേരത്തെ ലൈനിൽ we are horses എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് we are lions എന്ന് തന്നെ എഴുതാം. then we can neigh and neigh എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ എഴുതാം? we can roar and roar. എന്താ? ലൈൻ റോർ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ roar and roar എന്ന് എഴുതാം. ഇനി അടുത്തതിൽ എന്താ? വി ആർ. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലയൺ ഉപയോഗിച്ചു, ഹോഴ്സ് ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ക്യാറ്റിൻ്റെ കാര്യം എഴുതാം. വി ആർ കാറ്റ്സ് വാക്കിംഗ് വൺ ബൈ വൺ. വി ആർ കാറ്റ്സ്. വി ക്യാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? വി ക്യാൻ മ്യാവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. അടുത്ത ആക്ടിവിറ്റി 3, ജംഗിൾ ഫൈറ്റ്. മാച്ച് ദ ആനിമൽ ഹു ഫൗണ്ട് വിത്ത് ഈച്ച് അതർ ഇൻ ദ ജംഗിൾ. റൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ. അപ്പോൾ എന്താണ് ഇത്? മാച്ച് ചെയ്യുക. ഇപ്പോൾ ലയണും അതുപോലെ തന്നെ എലിഫൻറ്റും മാച്ച് ചെയ്തു. അതുപോലെ ഓരോന്നും മാച്ച് ചെയ്യുക. എന്നിട്ട് ആ മാച്ച് ചെയ്ത കാര്യം വേണം നമ്മൾ താഴെ എഴുതാൻ. ദ ലയൺ ഫൗണ്ട് വിത്ത് ദ എലഫൻറ്റ്. ഇനി നെക്സ്റ്റ് ദ ബുൾ ഫൗണ്ട് വിത്ത് ദ എന്തെഴുതാം? നമുക്ക് കാറ്റ് എന്നോ അല്ലെങ്കിൽ ബിയർന്നോ എന്ത് വേണേലും എഴുതാം. ഓക്കെ, അപ്പം അങ്ങനെ എഴുതാനാണ് ഈ ആക്ടിവിറ്റി പറയുന്നത്. ദ ജിറാഫ് ഫൗണ്ട് വിത്ത് കാറ്റ് അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, ഫൗണ്ട് വിത്ത് ചേർത്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 4. അടുത്ത ആക്ടിവിറ്റി 4, കോൺവെർസേഷൻ. The fight stopped. The parrot came there. She met the sparrow. They began to speak. Complete the conversation. അപ്പോൾ എന്താണ്? പാരറ്റും സ്പാരോയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. പാരറ്റ് ഹായ് സ്പാരോ. അപ്പോൾ സ്പാരോ എന്ത് പറയും? ഹായ് പാരറ്റ് എന്ന് പറയും. അപ്പോൾ പാരറ്റ് ഹൗ ആർ യു? നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സ്പാരോ പറയും ഐ ആം ഫൈൻ താങ്ക് യു എന്ന് ചോദിക്കും. ദെൻ പിന്നെ പാരറ്റ് എന്ത് ചോദിക്കും? വേർ ആർ ദ ബേബി സ്പാരോ. അപ്പോൾ ബേബി സ്പാരോ എന്തിയെന്ന് പാരറ്റ് ചോദിക്കും. സ്പാരോ എന്തെങ്കിലും ഇപ്പോൾ ബേബി സ്പാരോ ഇവിടെ ഉണ്ട് എന്ന് അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോയി അങ്ങനെ എന്തെങ്കിലും പറയും. ദ ബേബി സ്പാരോ ഈസ് ഹിയർ എന്ന് പറയാം. അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോയി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Activity 5, read and draw. Read the given sentences and draw 2 fruits in the tree. അപ്പോൾ എന്താണ് പറയുന്ന കാര്യങ്ങൾ വരയ്ക്കുക. Draw the 2 fruits in the tree. അപ്പോൾ ഈ തന്നിരിക്കുന്ന മരത്തിൽ 2 ഫ്രൂട്ട്സ് വരയ്ക്കുക. Draw a ball under the tree. അപ്പോൾ എന്താണ് ഈ ട്രീയുടെ അടിയിലായിട്ട് ഒരു ബോൾ വരയ്ക്കുക. Draw some clouds in the sky. ആകാശത്തിൽ കുറച്ച് മേഘങ്ങൾ ക്ലൗഡ്സ് വരയ്ക്കുക. Draw a flower on the ground. ആ ഗ്രൗണ്ടിൽ ഒരു ഫ്ലവർ വരയ്ക്കുക. ദെൻ പിന്നെ എന്താ? Draw a butterfly.
ബട്ടർഫ്ലൈ, ഒരു ബട്ടർഫ്ലൈയും കൂടി വരയ്ക്കുക. ദിസ് ഈസ് ദ മദർ ട്രീ. അപ്പോൾ ഇതാണ് മദർ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരയ്ക്കാനാണ് ആക്ടിവിറ്റി 5. അപ്പോൾ കൂട്ടുകാർ അത് വരച്ചു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 6. അടുത്ത ആക്ടിവിറ്റി 6 റെയിൻബോ കൈറ്റ് തന്നിരിക്കുന്ന കളറിൽ ഇത് എഴുതുക. അപ്പോൾ 1 എഴുതി കൊടുത്ത് വയലറ്റ്, 2 എഴുതി കൊടുത്ത് ഇൻഡിഗോ, 3 എഴുതി കൊടുത്ത് ബ്ലൂ, 4 ഗ്രീൻ, 5 യെല്ലോ, 6 ഓറഞ്ച്, 7 റെഡ് എന്ന രീതിയിൽ കളർ ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെറുതെ കൂട്ടുകാർക്ക് ഒരു എൻജോയ്മെൻറ്റിന് തന്നിട്ടുള്ളതാണ്. ഇതിനങ്ങനെ മാർക്ക് ഇടുകയൊന്നും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.